അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കർമ്മങ്ങൾ കൊണ്ട് ധന്യമാവേണ്ടതാണ് വിശ്വാസിയുടെ ജീവിതം. നിരവധി കർമ്മങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ കർമ്മത്തിൻ്റെയും പിന്നിലുള്ള മഹത്വം തിരിച്ചറിയുമ്പോൾ അതാത് കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും അത് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ഇബാദത്തായ നമസ്കാരത്തിൻ്റെ കൂടെയും അതല്ലാത്ത വിവിധ ഘട്ടങ്ങളിലുമൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മഹത്തായൊരു കർമ്മമാണ് വുദൂ ചെയ്യുക എന്നത്. അംഗശുദ്ധി വരുത്തുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോ ദിനത്തിലും അവൻ പ്രവർത്തിക്കേണ്ടതും അതിൻ്റെ മഹത്വം അവൻ തിരിച്ചറിയേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൊരു ഹദീസുണ്ട്. അൻ ഉഖ്ബത്ത് ബിൻ ആമിർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻകും മിൻ അഹദിൻ യതവദ്ദ ഫയുസ്ബിഗുൽ വുദൂഅ സുമ്മ യഖൂൽ. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പൂർണ്ണമായി വുദൂ എടുക്കുകയാണ്, എന്നിട്ട് അവൻ പറയുന്നു, വുദൂ പൂർണ്ണമായി എടുത്ത ശേഷം അവൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു ഇല്ലാ ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ. നോക്കൂ, പൂർണ്ണമായി വുദൂ എടുത്തതിന് ശേഷം ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവന് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും എന്നിട്ട് യദ്ഖുലു മിൻ അയ്യിഹാ ശാ, അതിലൂടെ ഏതിലൂടെയും ഇഷ്ടമുള്ള കവാടത്തിലൂടെ അവന് പ്രവേശിക്കാൻ സാധിക്കുന്നു എന്നാണ്. എന്താണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം? നമുക്കറിയാം, ഒന്ന് അള്ളാഹുവിൻ അല്ലാതെ വേറൊരാൾ ഇബാദത്തിന് അർഹനായി ഇലാഹായിട്ടില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. ലാ ശരീക്കല, അവൻ ഒരു പങ്കുകാരുമില്ല എന്ന് പറയുന്നു. കൂടെ വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ ദൂതനുമാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെപ്പോഴാണ് പറയുന്നത്? വുദൂ എടുത്തതിന് ശേഷം. അങ്ങനെ പറഞ്ഞാൽ അവന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവന് ഇഷ്ടമുള്ള സ്വർഗ കവാടത്തിലൂടെ 8 കവാടം തുറന്നു കൊടുത്തതിലൂടെ പ്രവേശിക്കാൻ കഴിയും. ഇതുമാത്രമല്ല, വുദൂവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ധാരാളം ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് ഇഷ്ടമുള്ള വാതിലൂടെ പ്രവേശിക്കാൻ കഴിയും എന്ന ഹദീസിൽ വന്നതിൻ്റെ കൂടെ തന്നെ മറ്റു പല സവിശേഷതകളും വുദൂവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വ റസൂലുഹു എന്ന് പറയുന്ന ഹദീസിൽ വന്ന ഇതിൻ്റെ പൂർണ്ണമായ രൂപം വേറെയും വന്നിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വ ജഅൽനി മിനൽ മുതത്വഹിരീൻ സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. ഇതതിൻ്റെ പൂർണ്ണമായി വന്ന മറ്റൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നതും നമ്മൾ നന്നായി പഠിച്ചിട്ടുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയും പഠിച്ചിട്ട് നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കണം. പല ആളുകളും പഠിച്ചിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും. ആ പ്രാർത്ഥനയുടെ അർത്ഥവും നമുക്കറിയാം. അള്ളാഹുവിൻ്റെ ഷഹാദത്ത്, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, അള്ളാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കലും അവൻ്റെ റസൂലിനെ അംഗീകരിക്കലും അവന് പങ്കുകാരില്ല എന്ന് ഉറപ്പിക്കലും വജഅൽനി മിനത്ത് തവ്വാബീൻ വജഅൽനി മിനൽ മുതത്വഹിരീൻ, ശുദ്ധി പ്രാപിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്താനും തൗബ ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയാണ് ഇതിലൂടെയൊക്കെ അടങ്ങിയിട്ടുള്ളത്. മറ്റൊന്ന് അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തലാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വ ബിഹംദിക, അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുന്നു, തഹമീദ് നടത്തുന്നു. വീണ്ടും അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ പറയുന്നു, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നു, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു. ഇങ്ങനെയുള്ള അതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം ആ പ്രാർത്ഥനയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വലിയ അർത്ഥതലങ്ങളിലുള്ള ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അത് അവന് സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാൻ പറ്റുന്ന പ്രതിഫലമാണ് എന്ന്. മറ്റൊന്ന്, ഇത് ഈമാനിൻ്റെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത്? നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനം വുദൂ എന്ന് പറയുന്നതും വുദൂ എടുക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പകുതിയായിട്ട്. എങ്ങനെയാണ് അതിനെ എണ്ണുന്നത്? അൻ അബി മാലിക് അൽ അശ്അരി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുഹൂറു ഷത്റുൽ ഈമാൻ.
അത്തുഹൂറു ഷത്രുൽ ഈമാൻ. ഇവിടെ ഈ തുഹൂർ എന്ന് പറയുന്നത് ഈമാനിൻ്റെ പകുതിയാണ്. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാന്ന് പറയുമ്പോൾ ഈ ഈമാൻ എന്നാൽ അത് നമസ്കാരവും തുഹൂർ എന്നാൽ അത് വുദു ആണെന്നുമാണ് ഉദ്ദേശമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം 143-ാമത്തെ വചനത്തിൽ നമസ്കാരത്തെ ഈമാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അതേ അർത്ഥത്തിലാണിത് എന്ന് ഇമാം നവവി ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിം എന്ന ഹദീസ് ഗ്രന്ഥത്തിലെ ഹദീസുകൾക്ക് ബാബ് തന്നെ അധ്യായം നൽകിയിട്ടുള്ളത് തന്നെ എങ്ങനെയാണ്? ഇമാം നവവി നൽകിയിട്ടുള്ള അധ്യായം കിതാബു ത്വഹാറ, അല്ലേ, ശുദ്ധിയുടെ അധ്യായം, ബാബു ഫളുൽ വുദൂഇ, ഇങ്ങനെയാണ് വുദൂഇൻ്റെ ശ്രേഷ്ഠത എന്ന അധ്യായത്തിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിന് വുദു നമസ്കാരത്തിൻ്റെ പകുതിയാകുന്നു എന്നാകും ആ നിലക്ക് അർത്ഥം ലഭിക്കുക, അല്ലേ? വുദു നമസ്കാരത്തിൻ്റെ പകുതിയാകുന്നു. അപ്പോൾ വുദു ഇല്ലെങ്കിൽ, അല്ലേ, നമസ്കാരമില്ല. സ്വലാത്ത് ലിമല്ല വുദു അല, വുദു ഇല്ലാത്തൊരാൾക്ക് എന്തില്ല? നിസ്കാരമില്ല. അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വുദു നമസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് കൃത്യമായിട്ട് അതിനെ ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്നൊരു വാക്കാണ് നമ്മളത് കേട്ടിട്ടുള്ളത്. മറ്റൊന്നെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം വുദു എടുക്കുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. കേട്ടോ, ഈ തുഹൂർ പ്രാപിക്കുക എന്ന് പറയുന്നത് അത് എന്താണ്? ആ തുഹൂർ എന്താണ്? അത് വുദു ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നു എന്നർത്ഥം. വുദു ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നു. മറ്റൊന്ന് സ്വർഗ്ഗപ്രവേശനത്തിന് സാധ്യമാകുന്നു. മാമിൻ മുസ്ലിമിൻ യതവല്ലഹു ഫയുഹസിനു വുദൂഅഹു. ഒരാൾ വുദു എടുക്കുന്നു, വുദു നന്നാക്കിയെടുക്കുന്നു. സുമ്മ യഖൂമു ഫയുസല്ലി റക്അതൈൻ, എന്നിട്ട് എണീറ്റ് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി ഇല്ലാ വജബത് ലഹു അൽ ജന്ന. എങ്ങനെയാണ്? മുഖവും അവൻ്റെ മനസ്സും ഒക്കെ അള്ളാഹുലേക്ക് തിരിച്ചുകൊണ്ടാണ് അവൻ 2 റക്അത്ത് നിസ്കരിക്കുന്നത്. അങ്ങനെ വുദു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച ഒരാൾക്ക് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും കിട്ടുകയില്ല. മറ്റൊന്ന് പറഞ്ഞത് പദവികൾ ഉയർത്തപ്പെടുന്നു എന്നാണ്. അലാദുല്ലുക്കും അല മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ. അള്ളാഹു പാപം മായ്ച്ച് കളയുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന്. വയർഫഉ ബിഹി ദറജാത്ത്, പദവി ഉയർത്തു തരുന്നതിനെക്കുറിച്ചും പദവികളിങ്ങനെ ഉയർത്തി തരുന്നതിനെക്കുറിച്ചും. ഖാലു ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ. ഖാല ഇസ്ബാഗുൽ വുദൂഇ അലൽ മക്കാരിഹ്. ഉണ്ടോ, വുദൂ എടുക്കലാണ്. എപ്പോഴാണ് വുദൂ എടുക്കലിൽ പ്രയാസമുണ്ട് എങ്കിലും വുദൂ എടുക്കുമ്പോൾ അതുവഴി അവൻ്റെ പദവികൾ ഉയർത്തുന്നു. അപ്പോൾ വുദൂ എടുക്കാൻ പ്രയാസകരമായിരുന്നൊരു സാഹചര്യം, ആ സാഹചര്യത്തിൽ മക്കാരിഹുകളായിട്ട് പോലും ആ സന്ദർഭത്തിൽ പോലും വുദു ഒരാൾ എടുക്കുകയാണെങ്കിൽ അവൻ്റെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുമാത്രമല്ല വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, വുദു എടുത്തിട്ട് പള്ളിയിലേക്ക് അവനിങ്ങനെ നടന്നു പോവുക, കാലടികൾ അധികരിപ്പിക്കുക, കസറത്ത്, അതും അവൻ്റെ സവിശേഷത പദവികൾ ഉയർത്താൻ കാരണമാകുന്നു. വ ഇന്തിദാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, ഒരു നിസ്കാരം കഴിഞ്ഞ് വുദു എടുത്തിട്ട് ആ വുദുവോട് കൂടി തന്നെ അടുത്ത നിസ്കാരത്തെ വെയിറ്റ് ചെയ്തിരിക്കുക, അതും വലിയ പുണ്യമുള്ള വലിയ പ്രാധാന്യമുള്ള ഒന്നായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, ഫഇന്നഹും യഅ്തൂന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജിലീന മിനൽ വുദൂ എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അതെപ്പോഴാണ്? അന ഫറത്തുഹും അലൽ ഹൗദുന. ഇത് നാളെ പരലോകത്ത് വരുമ്പോൾ ഹൗദുൽ കൗസർ ലഭിക്കുന്ന ആളുകളെക്കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ മുഖം വുദൂഇൻ്റെ അടയാളത്താൽ പ്രശോഭിച്ചു നിൽക്കുന്നതായിരിക്കുന്ന. ഇപ്പോൾ മരണത്തിൻ്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നമ്മുടെ മരണശേഷം പരലോകത്തിൽ നമ്മൾ പുനർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ നമ്മളെ കാത്തിരിക്കും. ആരെ? ഈ പ്രത്യേക അടയാളമുള്ള ആളുകൾ. വുദു എടുത്ത് അവരുടെ കൈകാലുകൾ പ്രശോഭിച്ചു നിൽക്കുന്ന, അവരുടെ മുഖം പ്രശോഭിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ കാണാൻ പറ്റുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായിട്ട് അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. അത് വുദൂഇൻ്റെ ശ്രേഷ്ഠതയാണ്. മറ്റൊന്നാണ് പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞു. മൻ തവല്ല ഹകദാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ബിഹി. സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. ഒരാൾ ഇങ്ങനെ വുദു എടുത്താൽ, അതായത് കൃത്യമായ വുദു എടുക്കുമ്പോൾ ആ വുദു പൂർണ്ണമായിരിക്കണം, അവയവങ്ങൾ നനഞ്ഞിരിക്കണം, റസൂൽ കൽപ്പിച്ചതുപോലെ ആയിരിക്കണം. മറ്റൊരു ഹദീസാണ്, വിശ്വാസിയുടെ ഒരു അലാമത്ത്, ഒരു അടയാളം തന്നെയാണ് സദാ വുദുവോടുകൂടി ഉണ്ടാവുക എന്നത്.
വുദൂയിലായി കൊണ്ടുപോവുക എന്നത് വിശ്വാസിയുടെ പ്രത്യേക അടയാളമായിട്ട് എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വലാ യുഹാഫിദു അലൽ വുദൂ ഇല്ലൽ മുഅ്മിൻ. ഒരു മുഅ്മിനല്ലാതെ വുദൂയിനെങ്ങനെ സംരക്ഷിച്ചു പോകില്ല, അത് നഷ്ടപ്പെടാതെ ഇങ്ങനെ നിലനിർത്തി പോവുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനിൻ്റെ സവിശേഷതയായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അന്ത്യനാളിലെ അടയാളം ഇത്തരം ആളുകൾക്കുണ്ടാകുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇന്ന ഉമ്മത്തി യുദ്ഔന യൗമുൽ ഖിയാമത്തി ഗുർറം മുഹജ്ജിലീന മിൻ ആസാരിൽ വുദൂ. വുദൂവിൻ്റെ അടയാളത്താൽ അവരിൽ ആ വെളിച്ചം മുഖം പ്രശോഭിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ കഴിയുന്നതും വുദൂ അവയവങ്ങളൊക്കെ കയറ്റി വൃത്തിയായിട്ട് കഴുകട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സവിശേഷത നമുക്കറിയാം. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വുദൂ ചെയ്യുന്ന ആളുകൾക്ക് ശുദ്ധ പ്രകൃതിയിൽ മരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഹദീസിലൂടെ വന്നിട്ടുള്ളതാണ്. അതിനുള്ള തെളിവെന്താണ്? അല്ലാഹുമ്മ അസ്ലം തു വജ്ഹി ഇലൈക് എന്ന് പറയുന്ന ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഒരാൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഫ ഇൻ മുത്തമിൻ ലൈലത്തിക ഫ അൻത അലൽ ഫിത്ര, ആ രാത്രി നീ മരണപ്പെടുകയാണെങ്കിൽ നീ ശുദ്ധ പ്രകൃതിയിൽ കുഞ്ഞു മരിച്ചതുപോലെയാണ്, നീ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിൻ്റെ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നീ കിടക്കാൻ പോകുമ്പോൾ നിസ്കാരത്തിനെന്ന പോലെ വുദു എടുക്കുക. അങ്ങനെ വുദു എടുക്കണമെന്ന് റസൂൽ പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വുദു എടുത്ത് ഈ പ്രാർത്ഥന ചൊല്ലുക എന്നതാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോഴാണ് ആ പറഞ്ഞ പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നതും നമ്മളൊരു കുഞ്ഞിനെ പോലെ കുഞ്ഞ് മരിക്കുന്നത് പോലെ ഫിത്രത്തിൽ നമുക്ക് ആ രാത്രിയിൽ മരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പക്കലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതിനെക്കുറിച്ചും അങ്ങനെയാണ്. അപ്പോൾ വുദൂ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മലജായിലേക്ക് പോകുമ്പോൾ വുദൂ എടുക്കണം, നിസ്കാരത്തിനെന്ന പോലെ വുദൂ എടുക്കണമെന്ന് കൽപ്പിച്ചു. മാമിൻ മുസ്ലിമിൻ യബിത്തു അലാ ദിക്രിൻ ത്വാഹിറൻ ഫയതആറു മിനൽ ലൈലി ഫയസ്അലുല്ലാഹ ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ ഇല്ലാ അതാഹു ഇയ്യാഹ്. ഒരാൾ ഇങ്ങനെ വുദൂ എടുക്കുകയാണ്, ത്വാഹിറായിട്ട് ശുദ്ധിയോടുകൂടി വുദൂ ഉള്ള അവസ്ഥയിൽ ഉറങ്ങുകയും എന്നിട്ട് ആ രാത്രിയിൽ ഇങ്ങനെ ഞെട്ടിനുണരുകയാണ് അല്ലേ. ഫയതആറു മിനൽ ലൈൽ, രാത്രിയിൽ ഞെട്ടി ഉണർന്നിട്ട് ഫയസ്അലുല്ലാഹു ഖൈറൻ മിനദ് ദുനിയ വൽ ആഖിറ വബിൽ ആഖിറ. ഒരു വലിയ ഹദീസാണിത്. ഞെട്ടി എണീറ്റ സമയത്ത് അവൻ ഇഹലോകത്തെയോ പരലോകത്തെയോ നന്മകൾക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്താൽ അള്ളാഹു ഇല്ലാ അതാഹു ഇയ്യാഹു, അത് നൽകാതിരിക്കൂല. അപ്പോൾ വുദൂ എടുത്ത അന്ന് രാത്രി നമ്മളെന്തോ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് പരലോകമാവട്ടെ ഇഹലോകമാവട്ടെ ചോദിച്ചാലും അള്ളാഹു നമുക്കത് നൽകാതിരിക്കുകയില്ല എന്ന്. പിന്നെ നമുക്കറിയാൻ മറ്റൊന്ന് പിശാചിൻ്റെ കെട്ടിൽ നിന്നുള്ള മോചനമാണ്. ഒരാൾ രാവിലെ എണീറ്റിട്ട് പിശാച് കെട്ടുന്ന കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നഴിയുന്നത് എപ്പോഴാണ്? അവൻ വുദൂ എടുക്കുന്നതോടുകൂടി അവൻ്റെ ആ കെട്ടഴിയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫ ഇൻ തവല്ല ഇൻ ഹല്ലത്ത് ഉഖ്ദത്തുൻ, അവൻ വുദൂ എടുത്താൽ അവൻ്റെ ഔഖ്ദത്ത് അത് കെട്ടഴിഞ്ഞു പോയി എന്ന്. ഇങ്ങനെ ധാരാളം സവിശേഷതകൾ വുദൂവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ 5 നമസ്കാരത്തിൻ്റെ കൂടെയും അല്ലാത്ത നിലക്കും ഈ പഠിപ്പിക്കപ്പെട്ട രൂപത്തിലൊക്കെ കിടന്നുറങ്ങാൻ പോകുമ്പോഴും എണീറ്റ് കഴിഞ്ഞാലൊക്കെയുള്ള നമ്മുടെ ആ വുദൂ എത്രമാത്രം അത് മനസ്സാന്നിധ്യത്തോടുകൂടി നിർവഹിക്കേണ്ട ഒന്നാണ് എന്ന് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.